ചങ്ങായി പിടിച്ചേ. ഈ ചങ്ങായി നമ്മൾ ഇയാൾക്ക് ചെവിയൊക്കെ ഇല്ല, പിന്നെ എങ്ങനെ ഇയാളൊന്ന് നമ്മൾ തട്ടിയിട്ട് പോയാൽ അറിയില്ല എല്ലാം. ഓക്കെ, സോ നമ്മുടെ പ്ലാൻസ് ഒക്കെ ഇനി മാറ്റാൻ പോകണം. നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ ആയിരിക്കില്ല ഇനി കളിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കളികളൊക്കെ മാറണം, കാരണം ഇപ്പോൾ Day 3 ആയിട്ടുണ്ട്. സോ വേഗം തന്നെ നമ്മൾ ഗെയിം എടുക്കുക, ഇങ്ങോട്ടേക്ക് ഓടി വരിക. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് താഴോട്ട് ഓടുക. അതിനുശേഷം ഇവിടെ ഒരു റോബോട്ട് എന്നുള്ള സാധനമുണ്ട്, അതിങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ നമുക്കറിയാം. നമ്മളിത് തുറന്നു ഇവിടെ അടച്ചെടുക്കണം. ഓക്കെ, സോ കുഴപ്പമില്ല. ഇങ്ങോട്ട് നിൽക്കാം. ഗ്രാൻഡ് ആരും ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ വരും, പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ പിടിക്കാറില്ല അധികം എന്നാണ് എൻ്റെ ഒരു ഇത്. പിടിക്കാറില്ലണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലല്ലോ. ഗ്രാനി വന്നാ എത്തി നോക്കാം. ഇല്ലല്ലോ, ആരും വന്നല്ലോ ഇതുവരെ. നമുക്ക് ഈ വാതിൽ വെച്ചേക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്തായാലും വരും, ഉറപ്പാണ്. ഞാൻ ഈ വാതിൽ വെച്ചാൽ ഇപ്പം തന്നെ വരും. ഇവിടെ വന്നിരിക്കും, ഈ സൈഡിൽ വന്നിരിക്കും. അങ്ങനെയാണ് നിൽക്കേണ്ടത്, അറിയോ? എനിക്കറിയാം, അങ്ങനെ വന്ന് നിൽക്കേണ്ടത് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കളിക്കുമ്പോൾ വരുന്നതല്ല. ഗ്രാൻഡ്പയോ ആരെങ്കിലും. അയ്യോ ചത്തി. എടാ എത്തി നോക്കള്ള മുന്നേ. അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. നടക്കാനൊന്നും വയ്യ, മൊത്തം ചോരയും. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തുറക്കുക, ഇത് തുറന്നിടാം. ഓക്കെ, അതിനുശേഷം ഇതടയ്ക്കുക. അപ്പോൾ ഒരു ഒച്ച ഉണ്ടാവും. ആ ഒച്ച കേട്ട് ഗ്രാനി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഇതൊരു പ്ലാൻ. മിക്കവാറും ഇപ്പം തന്നെ ചാവാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ഇപ്പം തന്നെ ചാവും. ഇപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ആവാനും സാധ്യതയുണ്ട്. ഗ്രാനി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടും. എവിടെ ഗ്രാനി എവിടെ? എക്സ്ട്രീം നൈറ്റ്മെയറും കൂടെയൊക്കെ എങ്ങനെ കളിക്കാനാണ് ഞാൻ വെറുതെ. ഇതാണ് നമ്മുടെ പാഡ് ലോക്കിൻ്റെ സ്ഥലം. ഇവിടെ ഇത് കളി നമുക്കറിയാം, പക്ഷേ ഈ എക്സ്ട്രീമും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു പേടി, സംഭവം പേടിയാണ്. ഇവരൊന്നും വരും തോന്നില്ലടേ, നമുക്ക് തന്നെ ഇറങ്ങിപ്പോയി വരും. നമ്മൾ നേരത്തെ ചെയ്ത പ്ലാൻ ഒന്നുകൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഓൾട്രാ ലൈഫ്. ഓക്കെ മതി. അൺഫിൽട്ടേഡ്. എടാ ഇത് നമ്മളെ നേരത്തെ ഗ്രാനി വന്ന് ചവിട്ടി പിടിച്ചില്ലേ, ഗ്ലിച്ചടിച്ചാണോ അതോ ഗ്രാനി വന്ന് പൊട്ടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഗ്രാനി ചവിട്ടി പൊട്ടിച്ച് നമുക്ക് ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയായിരുന്നു. ഉപയോഗം ചെയ്തിട്ടില്ല. അതാ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ നമ്മൾ കാണുമോ? ഗ്രാനി വന്നു. ഗ്രാൻഡ്പയ്ക്ക് തന്നെ ചെവി വയ്ക്കില്ല, ഗ്രാനിക്ക് ചെവി വയ്ക്കും കണ്ണുകളുള്ള. അപ്പം എന്താ മാച്ചിങ്? ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കാൻ പറ്റൂല. ഇതൊക്കെ എന്ത് സാധനം? ഞാൻ ഇതും കൂടി ഒന്ന് പൊട്ടിച്ചു തരാം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ എന്തെങ്കിലും വേണ്ടാ. സിലിണ്ടർ. ഇതിനകത്ത് സെൻട്രീനാന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അത് ഞാനിപ്പോഴാണ് ഓർമ്മ വന്നത്. എങ്ങനെ സെൻട്രീനെ കാണണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ദിവസമെങ്കിലും ഒന്ന് അലൈവായി നിൽക്കണ്ടേ. ഇതൊരുമാതിരി നമുക്കൊന്നുകൂടി വിളിച്ചുകൊണ്ട് വരുത്താം. എനിക്ക് പുറത്തിറങ്ങാൻ പേടി. ഇവിടെ ഇങ്ങനെ മിക്കവാറും ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വരും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്രാൻഡ്പയും വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഗ്രാനി വന്ന സ്ഥിതിക്ക് ഗ്രാനിയെ നമ്മളോട് വരാനും സാധ്യത. അപ്പോൾ ഏകദേശം തീരുമാനങ്ങളായി. ഓക്കെ, എന്തായാലും എത്ര മിനിറ്റ് സർവൈവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞങ്ങൾ സർവൈവ് ചെയ്തു. ലാസ്റ്റ് ഡേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ ഒറ്റ ദിവസം കൊണ്ടെന്നാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ Day 5 ആയി, ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗ്രാൻഡ്പേരും കണ്ട് അണ്ണാക്കി ചെന്ന് കയറാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവിടെ എല്ലാ ഡോറും തുറന്നിട്ടേക്കാം. നമ്മളെന്തായാലും പോവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാ വന്നത്. അയ്യോ ചുത്തു. അപ്പോൾ തീരുമാനങ്ങളെല്ലാം ആയി സ്ഥിതിക്ക് നൈറ്റ്മെയർ പ്ലസ് എക്സ്ട്രീം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് നമ്മളിവിടെ പറയുകയാണ്. നമുക്ക് എന്തിനും പറ്റില്ല, കാരണം നൈറ്റ്മെയറാണ്. ഓക്കെ, പടക്കം വെച്ചാൽ കൊല്ലുന്നേ. അതൊരു മുമ്പില്ലായിരുന്നു. പടക്കമുണ്ട്. അതാണ് ഗ്രാൻഡ്പേയുണ്ട്, ഗ്രാനിയുണ്ട്. ഇതെന്താ ചെറിയ പടക്കം വെച്ച് നമ്മളങ്ങ് ചത്തു പോവും. ഓക്കെ, എന്നിട്ട് ഈ ചങ്ങായി ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് എടുത്തിടും. ഇതാണ് സംഭവം. നമ്മൾ ചത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡിങ്. അപ്പം സംഭവത്രേ ഉള്ളൂ. നമുക്ക് എക്സ്ട്രീം പ്ലസ് മറ്റേ നൈറ്റ്മെയർ കളിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. എല്ലാവർക്കും വേണ്ടി ഇതൊരു അവെയർനെസ് വീഡിയോ ആയിരുന്നു.
അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ നേരം ബൈ ആൻഡ് നടക്കണം. നാളെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.